ഹിജാബ് വിഷയം സകല അതിർത്തികളും ലംഘിച്ച് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തൽപര കക്ഷികളായ നേതാക്കന്മാർക്ക് ഒരു വൻ തിരിച്ചടി കൊടുത്തോട്ട് വന്നിരിക്കുകയാണ്. ഈ വിഷയം കോടതിയിൽ വന്നപ്പോൾ സിസ്റ്റർ ഹെലീന അവരോട് എനിക്ക് എന്നും ബഹുമാനമാണ്, വലിയ ബഹുമാനം. പക്ഷെ അവർ സഭയിൽ ചിലപ്പോൾ ഒറ്റപ്പെടും. ഈ കൂതറ മതേതരകളുടെ ഇടയിൽ ഒറ്റപ്പെടും. ഞാൻ നിങ്ങൾ സത്യമുള്ളവനും നീതിയുള്ളവനുമായ ഹിന്ദുവും ക്രിസ്ത്യാനാണെങ്കിൽ നല്ലവനായ മുസ്ലിം ആണെങ്കിലും ആ കന്യാസ്ത്രീയോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കോടതിയിൽ ഈ വിഷയം വന്ന് CBSE കേന്ദ്ര സിലബസാണ്. ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ വ്യക്തമായിട്ട് ആ ശക്തമായ നിലപാടോടുകൂടിയാണ്ട് പറഞ്ഞു, ഞങ്ങളുടെ യൂണിഫോം ഏത് കൂതറ സുഡാപ്പി തെണ്ടികൾ വന്നാലും സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. കോടതി സ്കൂളിനോടൊപ്പം നിന്നു. വിദ്യാഭ്യാസമാണ്. മദ്രസ പൊട്ടന്മാര് മദ്രസ പോയി പഠിക്കറ, മദ്രസയിൽ പോയി പഠിക്ക്. അല്ലാണ്ട് നീ വിദ്യാഭ്യാസവും ശാസ്ത്രവും സാങ്കേതികവും ഒന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നിനക്ക് ഈ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു മുഴം തുണിയല്ല, ആ തുണി ഇട്ടിട്ട് തുണി ഇടാൻ മറ്റോടത്ത് പോയാൽ മതി, ഇവിടെ വരണ്ട. ഇത് ഇവർക്കൊക്കെ അടിയായത് എലക്ഷനാ വരണേ. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും തേക്കാമെന്നുള്ളൊരു വിചാരം ഇതാവും. ഒപ്പം ശിവൻകുട്ടി, അയാള് നല്ല മനുഷ്യനാട്ടോ. അയാള് ഞാൻ അദ്ദേഹത്തിന് അധികം ഇത് ചെയ്യല്ല, പക്ഷെ ഒരു താളത്തിനൊട്ട് ചാടിയില്ലെങ്കിൽ മറ്റേ ആ ടീച്ചർ ബിന്ദു ഇവിടെ ഇരിഞ്ഞാലക്കൂടെ ഒരു ആയിഷേനെ കൊണ്ടുവന്നു. അപ്പൊ ആയിഷേനെ പറ്റി ഞങ്ങൾ കഥ പറഞ്ഞിരുന്നു. ഈ വിഷയം ആയിഷയ്ക്ക് ഇതിടണം, മറ്റേ സാധനം ഇട്ടിട്ട് എന്നെ പേടിയാവുന്നുണ്ടോ, നിന്നെ ഭയങ്കര പേടിയാണ്, കാരണം നിന്റെ മതം സമാധാന മതം എന്നും പറഞ്ഞ് കൊല വിളിക്കണ്, കാഫിർ, തുല്യതയിൽ വിശ്വസിക്കുന്നില്ല, നീ ഒരു കൊച്ചുകുട്ടിയാണെന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തിളങ്ങി. കുട്ടി ആയിഷേ, നിന്നോട് ഞാൻ പറയണേ, ആയിഷമാരെ ഞങ്ങൾക്ക് പേടിയാ, കാരണം നിന്റെ പിന്നിൽ നിന്ന ശക്തി ഞങ്ങളെ കാഫിർ എന്ന് വിളിക്കുന്നത്, തുല്യതയിൽ വിശ്വസിക്കുന്നില്ല, കൊല വിളിക്കുന്ന തീവ്രവാദത്തിന്റെ ഒരു വിശ്വാസ പ്രമാണമാണ്. അതുകൊണ്ട് മാത്രം അതവിടെ നിൽക്കട്ടെ. ശിവൻകുട്ടി DDE ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ കേരള സംസ്ഥാനത്തിന്റെ, അതിന് ഈ CBSE സ്കൂളിന്റെ മേലെ കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞതിന്റെ മേലെ ഒരു പങ്കുമില്ല. എന്നാലും സുഡാപ്പികളെ സൂപ്പിക്കാൻ ഞാൻ ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും പറയണേ, ഇടതുപക്ഷത്തിന്റെ നയാണ് പറയുന്നത്. ഹിന്ദുവിനും ക്രിസ്ത്യാനിനും പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ DDE എന്ന് പറഞ്ഞ അവൻ അവിടെ ഒരു കാര്യമില്ല. ഈ പറഞ്ഞ സെന്റ് റീത്തോ സ്കൂളില് കേരള സംസ്ഥാനത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഒരു പങ്കുമില്ല എന്ന് ശിവൻകുട്ടിക്ക് എന്നാലും സുഡാപ്പികളെ സൂപ്പിക്കാൻ ഈ ഇത് നോക്കി. തിരുവനന്തപുരത്താണ് ശിവൻകുട്ടി. ഞാളെ ഇലക്ഷൻ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഇലക്ഷൻ സീസണിൽ ഇതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനെ തണുപ്പിക്കാൻ വേണ്ടി വ്യക്തമായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് മാച്ച് കളയുന്ന ഇത്. പക്ഷെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഈ ഒരു വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ പാടുപെടുന്നത് കാരണം അവിചാരിതമായിട്ട് ബന്ധപ്പെട്ടത്. ഇത് ഒരു രാഷ്ട്രീയ പ്ലാനിങ്ങോടെയല്ല. ഒരു വിദ്യാർത്ഥി സ്കൂളിൽ വരുന്നു, ഞാൻ ഈ വിദ്യാർത്ഥിയിൽ ചേർന്നോളൂ, പക്ഷെ ഇത് ഇടാൻ ഉള്ള അനുവാദം ഇവിടെ ഇല്ല, ഇവിടെ യൂണിഫോം ഉണ്ടെന്ന് പറയുന്നു. ആ വിദ്യാർത്ഥി പറഞ്ഞു ഓക്കെ. അദ്ദേഹത്തിന്റെ ഈ വിദ്യാർത്ഥിനിയുടെ ബാപ്പയും ഉമ്മയും ഇരുന്നിട്ട് പറയുന്നു, ഇല്ല ഞങ്ങൾ ഇടുന്നില്ല, ഞങ്ങൾ ഇടാതെ വരാം. 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് തോന്നിയത്, ഞാനൊരു മുസ്ലിം അല്ലേ, മറ്റേ അപ്പിക്കുപ്പായ ഇട്ട് പോണ്ടേ എന്ന് തോന്നിയത്. 4 മാസം കഴിഞ്ഞിട്ടാണ് തോന്നിയത്. ചോദിക്കുകയാണ് നിങ്ങളോട്, 4 മാസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിക്ക് തോന്നിയത്, അപ്പിക്കുപ്പായ ഇട്ടാലാ ഞാൻ ഈ സ്കൂളിൽ നിന്നൊന്ന് പൊള്ള വെക്കണേ, എല്ലായിടത്തും തള്ള വെക്കണ പരിപാടി കൊച്ചിയിൽ കൊണ്ടുവന്ന്. നിങ്ങൾ ഓർക്കണം, കോൺഗ്രസിന്റെ ഷിയാസിനെ ഓർക്കണം. അവിടെ മതേതരത്വം കളിക്കാൻ വന്നവൻ, മതേതരത്തിന് വേണ്ടി കോൺഗ്രസ് കൊണ്ടിരുത്തേക്കണ BD സതീശന്റെ തൊട്ട് ശിവൻകുട്ടിയുടെ കളികൾ വരെ കൊച്ചിക്കാരെ ഓർത്താൻ നിങ്ങൾക്ക് നല്ലത്. 4 മാസം കഴിഞ്ഞിട്ട് ഈ കൊച്ചിന് ഓർമ്മ വന്നുള്ള അവരൊരു മുസ്ലിമാന്ന്. എന്നിട്ട് SDPIയുടെ നിരോധിക്കപ്പെട്ട PFI വന്നിട്ട് ആ സ്കൂള് ഒരു അച്ചടക്കം, അതായത് ഇപ്പൊ ഒരു വിദ്യാലയത്തിൽ നിന്ന് തുടങ്ങണമെന്ന് പറയും, അവിടെ വന്നിട്ട് ബഹളം കാണിച്ചിരിക്കുകയാണ്. അത് മതമാണ്, മതം, അതല്ലാതെ മതേതരത്വമല്ല, മതമാണ്. മതം നിങ്ങളെ അടിമയാക്കാനായിട്ടുള്ള മതം. അത് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഓർത്തിരുന്ന നല്ലത്. ശക്തമായിട്ട് തന്നെ നിങ്ങൾ ഓർത്തിരുന്ന നല്ലത്. മറ്റവന്മാര് വന്നാൽ ഇങ്ങനെയല്ല കഥ. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന വിജയം, കോടതി ഈ സ്കൂളിനോടൊപ്പം നിന്നിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയും കോടതിയും ഈ സ്കൂളിനോടൊപ്പം നിന്നിരുന്നു എന്നുള്ളത് നമ്മുടെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഒരു വിജയമാണ്. അത് എലക്ഷനിൽ നിങ്ങൾ പ്രകടിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.